പാട്രിയോട്ട് എന്ന ഏറ്റവും പുതിയ സിനിമയുടെ ചെറിയ ചില വിശേഷങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. 2007 രാത്രിമഴ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച മഹേഷ് നാരായണൻ എന്ന എഡിറ്റർ പിന്നീട് അങ്ങോട്ട് 47-48 സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 7ഓളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പേഴ്സണലി മഹേഷ് നാരായണൻ്റെ സിനിമകൾ എനിക്കങ്ങനെ എൻ്റെ ഒരു കാറ്റഗറി പെട്ടൊരു സിനിമയല്ല. എന്നാൽ പോലും ബിഗൻസിനെ കുറേ നാളുകൾക്ക് ശേഷം സ്ക്രീനിൽ ഒരുമിച്ച് കാണാൻ കഴിയുന്നു എന്നുള്ള ആ ഒരു ഒരൊറ്റ ഫാക്ടറാണ് ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോകാൻ എന്നെ പ്രേരിപ്പിച്ചത്. അങ്ങനെ മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെയുള്ള ഒരു ബൃഹത്തായൊരു സിനിമ തന്നെയാണ്. നമുക്കിത് ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഒരു കാഴ്ചയിൽ നമുക്കിത് അനുഭവപ്പെടുക. പക്ഷേ തിയേറ്ററിൽ നമുക്ക് ഈ അനുഭവങ്ങൾ കിട്ടിയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയില്ല. ഒരു മമ്മൂട്ടി ആരാധകൻ അല്ലെങ്കിൽ ഒരു മോഹൻലാൽ ആരാധകൻ ഇവരെ ത്രസിപ്പിക്കുന്ന ചില രംഗങ്ങൾ, അതും വളരെ ചില രംഗങ്ങൾ ഉണ്ടെങ്കിലും ഇത് മമ്മൂട്ടിയുടെ സോളോ ഫൈറ്റ് ഉണ്ട്, മോഹൻലാലിൻ്റെ ഒരു സോളോ ഫൈറ്റ് ഉണ്ട്. ഈ രണ്ട് ഫൈറ്റും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇതിൻ്റെ ട്വിസ്റ്റുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ സസ്പെൻസുകളോ കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് സ്പോയിൽ ചെയ്യുന്നില്ല. പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യമെന്ന് പറയുന്നത്, നല്ലൊരു ടീമുണ്ടാവുക, സാധാരണ ഒരു സംവിധായകന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു താരനിര തന്നെ കിട്ടുക, എന്നിട്ട് പോലും അതിനെ കൃത്യമായിട്ട് നമ്മളോട് എത്തിക്കാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മോശം കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ലോണാപ്പ് അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ ഇരയാക്കുന്നു അല്ലെങ്കിൽ നമ്മളെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതെല്ലാം പറയാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് അത് പ്രേക്ഷകരിലോട്ട് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഈ പടം ഞാൻ കാണുന്ന ഷോ 11 ഷോയാണ്. രാവിലെ എനിക്ക് എൻ്റെ അടുത്തുള്ള തിയേറ്ററിലുള്ള ആദ്യത്തെ ഷോ 11 മണിക്കാണ്. ഈ പടം കണ്ട് ഞാൻ ഇറങ്ങിയത് 3 മണിക്കാണ്. എന്ന് പറയുമ്പോൾ 12, 1, 2, 3 4 മണിക്കൂറോളം ഞാൻ ആ തിയേറ്ററിനകത്തായിരുന്നു. അതിലൊരു അരമണിക്കൂർ ഇൻ്റർവെല്ലും മറ്റു കാര്യങ്ങളായിട്ട് വണ്ടി പാർക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയാൽ തന്നെയും ഒരു 3.5 മണിക്കൂറിൽ കൂടുതൽ പടത്തിന് ലെങ്ത് ഉണ്ട്. ആലോചിക്കുക, മഹേഷ് നാരായണൻ ഒരു ഡയറക്ടറിലുപരി ഒരു മികച്ച എഡിറ്ററാണ്. ഒരുപാട് അവാർഡും മറ്റും കിട്ടിയിട്ടുള്ളൊരു എഡിറ്ററാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സിനിമ, ഇത്രയും വലിയ താരനിരയ്ക്കുള്ള സിനിമ എഡിറ്റിങ്ങിൽ തന്നെ അദ്ദേഹത്തിന് പാളിപ്പോയി. കാര്യം അനാവശ്യമായിട്ടുള്ള ഒരുപാട് സ്ക്രീനുകൾ സിനിമയിലുണ്ട്. ഇതിൻ്റെ ലാഗ് എനിക്ക് തോന്നുന്നു 2.5-2.25 മണിക്കൂറിലൊക്കെ അവസാനിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരുന്നത്. ലാലേട്ടൻ പറഞ്ഞ പോലെ എഡിറ്റിംഗ് പഠിച്ചവർ വേണം എഡിറ്റിംഗ് വിമർശിക്കാൻ എന്നുള്ളതല്ല. തിയേറ്ററിനകത്തിരുന്ന് ഈ സിനിമ അനുഭവിക്കുന്ന, കാണുന്ന നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സാധനമുണ്ടല്ലോ, അതെന്ന് പറയുന്നത് ലാഗിങ് തന്നെയാണ്. ഭയങ്കര ലാഗാണ് സിനിമ. എങ്ങനെയെങ്കിലുമൊക്കെ തീർന്നു കിട്ടിയാലും മതി എന്നുള്ളൊരു അവസ്ഥയിലെക്കൊണ്ട് നമ്മൾ എത്തും. പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് ചെറിയ ട്വിസ്റ്റുണ്ട്. അത് ഈ കഥയെ ബാധിക്കുന്ന ഒരു ട്വിസ്റ്റേ അല്ല, എന്നാൽ പോലും ഒരു ട്വിസ്റ്റുണ്ട്. പിന്നെ മറ്റങ്ങനെ പറയത്തക്ക എന്തെങ്കിലും ഉള്ളതായിട്ടുള്ളൊരു സിനിമയൊന്നുമല്ല. പിന്നൊന്ന് എനിക്ക് അനുഭവം